ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു ബീച്ച് കാണാനാണ്. പാറു കുറച്ച് ദിവസമായി ഏതെങ്കിലും ബീച്ചിലേക്ക് പോവാൻ നമുക്ക് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ വന്നതാണ് കേട്ടോ. ഞങ്ങൾ എത്തിയിരിക്കുന്നത് പുത്തൻതോട് ബീച്ചിലേക്കാണ്. എറണാകുളം ജില്ലയിലുള്ള ഒരു ബീച്ചാണിത്. കാക്കനാട് നിന്ന് ഏകദേശം 1 മണിക്കൂറോളം ദൂരം ഉണ്ട് കേട്ടോ അങ്ങോട്ട്. ബീച്ചിലെത്തിയ ഉടനെ തന്നെ പാറു കളി തുടങ്ങി. പിന്നെ ചെറിയൊരു ബീച്ചാണ് കേട്ടോ ഇത്. ചെറുതാണെങ്കിലും കാണാൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയത് സൂര്യാസ്തമയ സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വ്യൂസ് ഒക്കെ കാണാൻ കഴിഞ്ഞു. നല്ല ശക്തിയായ തിരമാലയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ നന്നായി ശ്രദ്ധിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കടൽ തീരത്തിരുന്ന് നല്ല രീതിയിൽ കളിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ അധികം ആഴം ഏറിയ ഭാഗത്തേക്കൊന്നും പോയതേ ഇല്ല കേട്ടോ. ആ കടൽ തീരത്തിരുന്ന് ജസ്റ്റ് കളിച്ചു. മെയിൻലി പാറുവിനെ എൻജോയ് ചെയ്യാൻ പോയതാണെങ്കിലും ഞങ്ങൾ 3 പേരും ഒരുപോലെ എൻജോയ് ചെയ്തു കേട്ടോ. വന്ന ഉടനെ തന്നെ 3 പേരും വെള്ളത്തിൽ ഇറങ്ങി നന്നായിട്ട് കളിച്ചു. കടൽ തീരത്ത് എത്തിയപ്പോൾ തൊട്ട് പാറു മാത്രല്ലായിരുന്നു, ശരിക്കും ഞാനും നന്നായിട്ട് ചെറിയ കുട്ടികളെ പോലെ നമ്മുടെ കടൽ തീരത്തേക്ക് പോവുക, തിര വരുമ്പോൾ തിരിച്ച് ഓടിപ്പോവുക, തിര കടലിലേക്ക് ഇറങ്ങി പോകുമ്പോൾ അങ്ങോട്ട് പോവുക, കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്തോ നമ്മുടെ മനസ്സിന് വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഫീൽ ചെയ്തു. വളരെ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ എനർജിയൊക്കെ കിട്ടുന്ന പോലെ, എന്തോ കടലിന് വളരെ എന്തോ ഒരു പ്രത്യേകതയുള്ള പോലെ ഫീൽ ചെയ്തു. നമ്മുടെ മൈൻഡ് തന്നെ നന്നായിട്ട് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്ന് തോന്നി. സാധാരണ ഞാൻ ബീച്ചിൽ പോയാൽ അവിടെയുള്ള ആളുകളെയൊക്കെ നോക്കിയിരിക്കുക, കടൽ നോക്കിയിരിക്കുക എന്നതിലുപരി ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കളിക്കാറൊന്നും ഇല്ലായിരുന്നു. വെറുതെ നനഞ്ഞ് ഡ്രസ്സ് ചീത്തയാക്കണ്ടല്ലോ എന്ന ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞങ്ങൾ എത്തിയ സമയത്തായിരുന്നു അവിടെ മത്സ്യത്തൊഴിലാളികൾ മീനും പിടിച്ച് തോണിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് മീനും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രഷ് മീനായിരുന്നു. അവര് തോണി പിടിച്ച് കരയിലേക്ക് കയറ്റുന്നത് കാണാൻ തന്നെ വളരെയധികം കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നു. എസ്പെഷ്യലി അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾക്ക് അതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു. പാറുക്കുട്ടിയൊക്കെ ആദ്യമായിട്ടാണ് തോണി ഇങ്ങനെ അടുത്ത് കാണുന്നതും തൊടുന്നതും പിടിക്കുന്നതൊക്കെ. സത്യത്തിൽ ഇന്ന് വെള്ളത്തിലിറങ്ങിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയതിനോടൊപ്പം തന്നെ ഒരുപാട് കുറ്റബോധവും തോന്നി. എന്താന്ന് വെച്ചാൽ ഇത്രയും കാലം ഞാൻ ബീച്ചിൽ പോയിട്ട് ഇങ്ങനെ ഇത്രയും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് തവണ ബീച്ചിൽ പോയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ വെള്ളത്തിലിറങ്ങി കളിക്കുക ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ പിന്നെ ഒരുപാട് പാറക്കൂട്ടങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം കേട്ടോ. അതിനൊരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട്. അങ്ങനെ ഒരുപാട് നേരം കടൽ തീരത്ത് എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ഞങ്ങൾ വൈകിട്ട് സ്നാക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സാധാരണ ഇങ്ങനെ ബീച്ചിൽ പോകുന്നവരിലെ കാഴ്ചകൾ മാത്രം കണ്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും വെള്ളത്തിലിറങ്ങി കളിക്കണം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കത് ശരിക്കും ഒരു പോസിറ്റീവ് ഫീലിംഗ് തരുന്നുണ്ട്. ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി കളിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ കാലിലും ഡ്രസ്സിലൊക്കെ കുറച്ച് വെള്ളമായാലും നോ പ്രോബ്ലം എന്ന് കരുതി എൻജോയ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഓൺ ദി വേയിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഡിന്നറൊക്കെ കഴിച്ചു. പാറു ആണെങ്കിൽ കളിച്ച് തളർന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഉറക്കവും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായി മാറി. ഞങ്ങൾ ഹാപ്പി ആയിട്ട് വീട്ടിലേക്കും പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. Thank you for watching.